നമസ്കാരം. എല്ലാവർക്കും ദേവിക്ക് റെസിപ്പിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ റെസിപ്പി ആലു ബോണ്ടയാണ്. അപ്പോൾ നമുക്ക് ആ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം പറയാം. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ഇഞ്ചി, പിന്നെ ഒരു 5 പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഇത് കടലമാവ് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ദോശമാവിൻ്റെ പരുവത്തിലാണ് ഞാൻ കലക്കി വെച്ചിരിക്കുന്നത്. ഞാനൊരു പാൻ വെച്ചു, അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു. ഓയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കണേ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം ചിലവർ ഇത് ഉണ്ടാക്കുമ്പോൾ ഈ സംഭവങ്ങളിൽ, അതായത് നമ്മുടെ സവാള, ഇഞ്ചി, പച്ചമുളക് അത് ഇങ്ങനെ ഫ്രൈ ചെയ്യില്ല. ഞാൻ കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ രണ്ടും പ്രിപ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത്, എനിക്ക് മാത്രമല്ല ഇവിടെ ഇല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്, ഇത് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഈ പൊട്ടറ്റോയിൽ ചേർക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത് വെറുതെ പച്ചയായിട്ട്, അതായത് കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ ചേർക്കാം. അപ്പം ഞാൻ ചെയ്യണത് ഇങ്ങനെയാണ്. കുറച്ചും കൂടി ഒരു മാക്സിമം ഒരു 3-4 മിനിറ്റ് വേണ്ടി വരും, കൂടുതൽ അത്രേ ഉള്ളൂ. അത് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവട്ടെ. കുറച്ചൊന്ന് കളർ മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇഞ്ചിയും പച്ചമുളകും കൂടി ഇടുകയാണ് കേട്ടോ. ചിലരിത് ഇതിൽ നമ്മൾ ഗാർലിക്കൊക്കെ ഇടും. ഞാൻ ഗാർലിക്ക് കഴിവതും അധികം യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഇടാത്തെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പം ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാണ്. അത് കുറച്ചൊന്ന് റെഡിഷ് കളർ അല്ലെങ്കിൽ ബ്രൗണിഷ് കളർ ആയ ശേഷം നമ്മൾ ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാം. ഇത് ഫ്രൈ ചെയ്യാണ്ട് ഞാൻ പറഞ്ഞു നിന്നെടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ ഇത് കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ സവാളയ്ക്ക് പകരം വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം. എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവട്ടെ. ഇതിപ്പോൾ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി മസാലകൾ ഇടുകയാണ്. ഇതിൽ ഞാൻ ജീരകം വറുത്ത് പൊടിച്ചത്, അത് വേണമെങ്കിൽ മതി. കുറച്ച് ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ പൊട്ടറ്റോ എടുക്കുമ്പോൾ ഗ്യാസിന് കുറച്ച് നല്ലതാണ്. അപ്പോൾ അതും നിന്ന് ഇതിലിട്ട് വഴറ്റുക. ഇതൊക്കെ ഡയറക്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചേർക്കാം. പൊട്ടറ്റോയിലേക്ക്, സ്മാഷ് ചെയ്ത പൊട്ടറ്റോയിലേക്ക് ചേർക്കാം. പിന്നെ കുറച്ച് ഗരം മസാല, അതാ ഇത്രയും മതി ഗരം മസാല. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത്രയും സാധനങ്ങൾ ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് പച്ചമുളക് മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാൻ ഇത് ചേർക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഞാൻ എല്ലാം ഒന്ന് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് പതുക്കെ ഗ്യാസ് ഓഫ് ചെയ്യാം. ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ. അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, ഇത് ഞാൻ കുറച്ച് ചൂടിൻ്റെ കുഴപ്പമില്ല. ഇതെല്ലാം കൂടി ഈ സ്മാഷ് ചെയ്ത പൊട്ടറ്റോയിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി എല്ലാം വഴറ്റിയിട്ടുണ്ട് നമ്മൾ. ഞാൻ പറയുന്ന പോലെ വേണമെങ്കിൽ വഴറ്റാണ്ട് നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അടുത്തായിട്ട് ചെയ്യണത്, നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നല്ലോണം. അപ്പം ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും ഇടണം. എനിക്ക് എൻ്റെ ഒരു കയ്യിൻ്റെ അളവാണ്, അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് ഇടുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് എൻ്റെ പരിചയം. ഇത്രയും ഉണ്ട്. ഇത്രയും ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ചും കൂടി ഉപ്പിടാം, കാരണം 4 പൊട്ടറ്റോ ഉണ്ട്. അപ്പോൾ ഉപ്പ്, അതുപോലെ തന്നെ കടലമാവിലും കുറച്ചൊരു പിഞ്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇങ്ങനെ ചെയ്യുക. പിന്നെ ഞാൻ മല്ലിയില മാത്രം, മല്ലിയില ഇല്ലേ, അതും കൂടി ഇതിൽ മിക്സ് ചെയ്യാണ്. അത് ഞാൻ ഫ്രൈ ചെയ്തിട്ടില്ല. അത് ഞാൻ അങ്ങനെ തന്നെ ക്ലീൻ ചെയ്ത് ചോപ്പ് ചെയ്ത മല്ലിയില ചേർക്കുകയാണ്. അത് ഒന്ന് ഫ്രൈ ചെയ്താൽ അത് വല്ലാണ്ട് ഇങ്ങനെ ഇതാവും. അതുകൊണ്ട് ഇതെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പം ഞാൻ ഇനി ഇതൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യട്ടെ, കാരണം ഇത് കൈയെല്ലാം കഴുകി വന്നതാണ്. അപ്പോൾ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനൊരു കടായിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ. ഞാൻ ഇവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുകയാണ് ഇതുണ്ടാക്കാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് ഞാനിവിടെ ചൂടാക്കാൻ വെച്ച നേരം ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഓരോ ബോളായിട്ട് ഉരുട്ടിയെടുത്തിട്ട്
നമുക്ക് നിങ്ങൾക്ക് വലിപ്പം എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ ഇപ്പം ഇതിൽ തന്നെ ഉരുട്ടി വെക്കാം. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യണം, ഈ കടലമാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ പണി. അപ്പം അത് പെട്ടെന്ന് ചെയ്യാം. അപ്പം ഞാൻ ഇതൊന്ന് ഉരുട്ടിയെടുക്കട്ടെ കേട്ടോ. ഞാൻ ഇതില്ലേ കടലമാവിൽ ഒരു ഇച്ചിരി ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി, ഒരിത്തിരി എരിവിരുന്നോട്ടെ എന്ന് വെച്ചിട്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്, ഒരു പിഞ്ച്, ഇത്രയും മതി. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കേട്ടോ. അപ്പം നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഇത് കണ്ടില്ലേ, ഞാൻ ഇവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്, കുറച്ച് ഉരുട്ടി വെച്ചിട്ടുള്ളൂ. ഇതിൻ്റെ പകുതി ഇനി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉണ്ടാക്കാം. എന്നിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഈ മസാല ഈ പൊട്ടറ്റോ ഉണ്ടല്ലോ അത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊന്നും കൂടി നല്ല മുറുക്കത്തിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കടലമാവിൽ എടുത്തിട്ട് ആ കടലമാവ് ഒന്ന് സിമ്മിൽ വെക്കണേ ഗ്യാസ്, അല്ലെങ്കിൽ തെറിക്കും. പിന്നെ അടുത്തതും ഇപ്പം ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തേക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലുണ്ടാക്കാൻ. നോൺ സ്റ്റിക്ക് ആണെങ്കിലും പാനാണെങ്കിലും അതിലും നല്ലത് ഇരുമ്പ് ചീനച്ചട്ടിയാണ്. അപ്പോൾ നമ്മൾ അതിലിട്ടിട്ട് ഇതിൽ നമ്മൾ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഒരു 4 എണ്ണം ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് ആവട്ടെ. ഞാൻ കുറച്ചൊന്ന് ഗ്യാസ് കൂട്ടി വെച്ചിട്ടുണ്ട്. പെട്ടെന്നാവും. ഇരുമ്പ് ചീനച്ചട്ടി ആകുമ്പോൾ ഇത് പിടിച്ചാലും നമുക്ക് അത് പതുക്കെ ഇങ്ങനെ വിടിയിച്ചില്ല. അപ്പം ഞാൻ എൻ്റെ കൈ ഒന്ന് കഴുകട്ടെ കേട്ടോ. ഇതായിപ്പോൾ കുറച്ച് ബ്രൗൺ കളറായി. കുറച്ചും കൂടിയും ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. കാരണം ഓൾറെഡി പൊട്ടറ്റോ നമ്മൾ കുക്ക് ചെയ്തതുകൊണ്ട് നമ്മളത് വേവിച്ചിട്ടാണല്ലോ ഇതെടുത്തത്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് ഇതധികം സമയം വേണ്ട. അതിൻ്റെ ആ കടലമാവ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഓൾറെഡി സവാളയും പച്ചമുളകും ഇഞ്ചിയും നന്നായിട്ട് നമ്മൾ ഒരുവിധം ഫ്രൈയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചച്ചുവയും പോവും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അങ്ങനെ തന്നെ വേണമെങ്കിൽ ഇത് ഓൾറെഡി ഇങ്ങനെ ഫ്രൈ ആവുമ്പോൾ അത് ഓൾറെഡി അതിനകത്തുനിന്നും ഫ്രൈ ആവും. പക്ഷേ ഞാൻ അത് കുറച്ചും കൂടി ടേസ്റ്റ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇത് ഞാൻ കുറച്ച് മാവ് എടുത്തിട്ട് മാറ്റി വെച്ചു. മാവ് മീൻസ് പൊട്ടറ്റോ എടുത്തിട്ട്, സോറി മാവല്ല കേട്ടോ, പൊട്ടറ്റോ മാറ്റി വെച്ചു. അപ്പം എനിക്കിനി ഹസ്ബൻഡൊക്കെ ഓഫീസ് വിട്ട് വരുമ്പോൾ ചൂടോടെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാനൊരു 8-10 എണ്ണ ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഹസ്ബൻഡ് ഓഫീസ് വിട്ട് വന്നിട്ട് ചൂടോടെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഫ്രൈ ആയി തുടങ്ങി. ഒന്നും കൂടിയും ഗോൾഡൻ കളർ കരിയരുത്. ഇത് ഇരുമ്പ് ചീനച്ചട്ടി ആയ കാരണം നല്ല ചൂടുണ്ട്, അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയി. അപ്പം ഞാനത് എടുത്തിട്ട് ഇതിലേക്ക് വെക്കുകയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് അടുത്ത ട്രിപ്പ് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ 4 എണ്ണം വെച്ച്, 4 എണ്ണം അല്ല 5-6 ഉണ്ടാക്കാം. പക്ഷെ കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടി 4 എണ്ണം വെച്ച് ഉണ്ടാക്കുകയാണ്. രണ്ടാമത്തെ ട്രിപ്പിൽ 6 എണ്ണം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം 10 എണ്ണമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇത് കുഴപ്പമില്ല, 6 എണ്ണം വെച്ചിടാം. അപ്പോൾ നിങ്ങൾ മഴയായതുകൊണ്ടാണ് ഞാൻ ഇന്ന് പൊട്ടറ്റോ ബോണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്, ആലു ബോണ്ട. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ പരിപ്പ് വട, ഉഴുന്നുവട ഓൾമോസ്റ്റ് എല്ലാ പലഹാരങ്ങളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കാണണം കേട്ടോ. എല്ലാവരും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഉണ്ടാക്കിയ ശേഷം ബാക്കി നിങ്ങളെ കാണിക്കാം. അടുത്ത ട്രിപ്പും കൂടി എടുക്കുക കേട്ടോ. എത്ര സമയം വേണ്ടു ഇതിന് എടുക്കുകയാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഓയിൽ ബാക്കി തിരിച്ചോളും. അപ്പോൾ ഇതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു 10 എണ്ണം ഞാൻ ഉണ്ടാക്കി ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഹാഫാണ് ആ 4 പൊട്ടറ്റോ കൊണ്ട് ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ ഒരു 10 എണ്ണം കിട്ടി. ഇനി ഒരു 10 എണ്ണം കൂടി ഉണ്ടാക്കാം. അപ്പോൾ ടോട്ടൽ 4 പൊട്ടറ്റോ എടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ 20 ബോണ്ട കിട്ടും കേട്ടോ. ഓക്കെ, താങ്ക് യു.